channel ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണ്. അവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മിക്സ്ചറാണ്. നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്, ദീപാവലി സ്പെഷ്യലാണ്. ഓക്കെ, ചിവിട എന്നാണ് അതിനെ പറയുന്നത്. അവില് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ബാക്കി നട്ട്സും അതിൽ കുറച്ച് പഞ്ചസാര, ഉപ്പ്, അതായത് കുറച്ച് സോൾട്ടിയാണ്, കുറച്ച് സ്വീറ്റുമാണ്, അതിൽ കാഷ്യൂ നട്ട്, ബദാം ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മിക്സ്ചറാണ്. ഓക്കെ, അവിൽ വെച്ചിട്ടുണ്ടാക്കുന്ന മിക്സ്ചർ. ഇത് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും, കാരണം ഹെൽത്തി ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ക്വിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് കുട്ടികളെ വിശന്ന് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഓക്കെ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചിവിടയാണ്. അപ്പോൾ നമുക്ക് ചിവിട ഉണ്ടാക്കാൻ തുടങ്ങാം. ചിവിട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവില്, കണ്ടോ, 2 കപ്പ് അവില് ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള അവില് യൂസ് ചെയ്യാൻ പാടില്ല, തിന്നായിട്ടുള്ള അവില് വേണം യൂസ് ചെയ്യാൻ. അപ്പം ഞാൻ 2 കപ്പ് അവില് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അളന്ന് വെച്ചതാണ്. ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ അളന്ന് വെച്ചതാണ്. അപ്പം അത് ഞാൻ ഈ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം പാൻ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാൻ പോകണം. പാൻ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് വരും. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഒരു 5-6 മിനിറ്റ്. ഇത് ആദ്യം പാന് ചൂടായിട്ടില്ല, അപ്പോൾ പാനൊന്ന് ആദ്യം നമുക്കൊന്ന് ചൂടായി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിന് ശേഷം നല്ല ക്രിസ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു പാനിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ അവിൽ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണം എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, 2 രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി തന്നെ ഒന്നല്ലെങ്കിൽ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, കാരണം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മിക്സ്ചർ എന്നുള്ള വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും നോർത്ത് ഇന്ത്യൻസ് പാനിൽ റോസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു പാൻ നല്ല ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി ഞാൻ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്രിസ്പാവും, തൊട്ട് നോക്കുമ്പോൾ നല്ല പൊടിഞ്ഞു പോകണം, അത്രയും ക്രിസ്പായിട്ട് വരണം. ഓക്കെ, അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒന്ന് ക്രിസ്പാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കണ്ടോ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല ക്രിസ്പായിട്ട് എൻ്റെ ഇളക്കുമ്പോൾ തന്നെ എൻ്റെ ടെക്സ്ചറെല്ലാം മാറിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല ചൂടുണ്ട്. കണ്ടോ, നല്ല പൊടിഞ്ഞു വരണുണ്ട്. ഇതാണോ നമുക്ക് വേണ്ടത് ശരിക്കും ആ മിക്സ്ചറുടെ ടെക്സ്ചർ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കാൻ പോവുകയാണ്. ഓക്കെ, ബാക്കിയുള്ള ചൂടിൽ ഒന്നുകൂടെ ക്രിസ്പാൻ വേണ്ടിയിട്ട്. കളർ ഒന്നും മാറിയിട്ടില്ല, കളറൊന്നും മാറാനും പാടില്ല. ഓക്കെ, അപ്പം ഇതെന്തായാലും റെഡിയായി. ഞാനിതൊരു വേറൊരു ബൗളിലോട്ട്, നമ്മൾ അവിലെടുത്ത ബൗളിലോട്ട് തന്നെ ആക്കി കൊടുക്കുകയാണ്. ഞാൻ അതിലാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകുന്നത് മിക്സ്ചർ. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഓക്കെ, കാണിച്ചു തരാം. ഇതെന്തായാലും ഞാൻ മാറ്റി വയ്ക്കട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അവിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചു. അതിലോട്ട് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വരണ മാതിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ലൈറ്റ് ബ്രൗൺ നിറമാക്കണം. അപ്പോൾ ഇതൊന്ന് പകുതിയായി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്, അതേമാതിരി കുറച്ച് ബദാം വേണമെങ്കിൽ ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. പൊരികടല ഉണ്ടെങ്കിൽ പൊരികടല ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിലക്കടല ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ അതിലോട്ട് ഇത് ഏകദേശം പാതിയായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് പൊരികടല ഒരു 1/2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി അതും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കാഷ്യൂ നട്ടാണ്. ഒരു 5-6 കാഷ്യൂ നട്ട് എല്ലാം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവണം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് വെളുത്ത എള്ളാണ്, വെളുത്ത സെസമി സീഡ്സ് ആണ്. അപ്പം അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കിസ്മിസ്, അതായത് ഡ്രൈ ആയിട്ടുള്ള മുന്തിരി, പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ വരുന്ന മാതിരി ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, തീ ഓഫ് ചെയ്തു. ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ്, ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇത്രയും ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. ഇനി ഇതിൽ കുറച്ച് വാട്ടർമെലൺ സീഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുക്കുംബർ സീഡ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, പഞ്ചസാര ഒഴിവാക്കണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. ഇതാണ് നമ്മുടെ ചിവിട റെഡിയായി. അപ്പം ഞാൻ ഇത് നമ്മുടെ അവിലിൻ്റെ പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കളർ എല്ലാം അവിടേക്ക് ആവണം, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചിവിട റെഡിയായി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ്. കുറച്ച് ഉപ്പും കുറച്ച് ഷുഗറിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് മധുരവും കുറച്ച് ഉപ്പുമായിട്ടുള്ള നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.